നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മാത്സിലെ സെൻസ് ഓഫ് ഡയറക്ഷൻ, അതായത് ദിശയുമായിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഒരാൾ 20 മീറ്റർ വടക്കു ഭാഗത്തേക്ക് നടക്കുന്നു. അവിടെ നിന്നും ഇടത് ഭാഗത്തേക്ക് തിരിഞ്ഞ് 30 മീറ്റർ നടന്നു. വീണ്ടും ഇടത് ഭാഗത്തേക്ക് തിരിഞ്ഞ് 35 മീറ്റർ നടന്നു. അവിടെ നിന്നും വലതു ഭാഗത്തേക്ക് 15 മീറ്ററും തുടർന്ന് വീണ്ടും വലതു ഭാഗത്തേക്ക് തിരിഞ്ഞ് 15 മീറ്റർ നടന്നു. ഇപ്പോൾ തുടങ്ങിയ സ്ഥാനത്തു നിന്നുമുള്ള അകലവും സ്ഥാനവും കാണുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ ഡയഗ്രം ഒന്ന് വരയ്ക്കാം. ഏറ്റവും മുകളിൽ നോർത്താണ്, താഴെ സൗത്ത്, ലെഫ്റ്റ് സൈഡിൽ വെസ്റ്റ്, റൈറ്റിൽ ഈസ്റ്റ്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. ഒരാൾ 20 മീറ്റർ വടക്ക് ഭാഗത്തേക്ക് നടക്കുന്നു. വടക്കെന്ന് പറയുമ്പോൾ മുകളിലേക്ക്. ഇവിടുന്ന് നേരെ 20 മീറ്റർ വടക്ക് ഭാഗത്തേക്ക് നടക്കുന്നു. അവിടെ നിന്നും ഇടത് ഭാഗത്തേക്ക് തിരിഞ്ഞ് 30 മീറ്റർ നടന്നു. ഇടത് ഭാഗം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പം ഇങ്ങോട്ടേക്ക് 30 മീറ്റർ നടന്നു. വീണ്ടും ഇടത് ഭാഗത്തേക്ക് തിരിഞ്ഞ് 35 മീറ്റർ നടക്കുന്നു. അപ്പോൾ എഗെയിൻ ആൻറ്റി ക്ലോക്ക് വൈസ് 35 മീറ്റർ നടന്നു. അവിടെ നിന്നും വലതു ഭാഗത്തേക്ക് 15 മീറ്റർ. അപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത്. ഇവിടുന്ന് നേരെ വലതു ഭാഗത്തേക്ക് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് 15 മീറ്റർ നടക്കുന്നു. വീണ്ടും വലതു ഭാഗത്തേക്ക് തിരിഞ്ഞ് 15 മീറ്റർ നടന്നു. അപ്പോൾ എഗെയിൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ 15 മീറ്റർ നടന്നു. ഇപ്പോൾ തുടങ്ങിയ സ്ഥാനത്ത് നിന്നുള്ള അകലം കാണുക. അപ്പോൾ തുടങ്ങിയത് ഇവിടെയാണ്, ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ. ഇത് തമ്മിലുള്ള അകലമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് 30 അങ്ങനെയാണെങ്കിൽ ഇതും 30 തന്നെയായിരിക്കും. അപ്പോൾ ഈ സൈഡ് 15, അങ്ങനെയാണെങ്കിൽ ഇതും എത്രയായിരിക്കും? 15. അപ്പം 30 + 15 എത്രയാണ്? 45. അപ്പോൾ ആൻസർ 45 ആണ്. പാർക്കിംഗ് ഏരിയയിൽ നിന്നും 2 കാറുകൾ ഒരേ സമയം പുറപ്പെടുന്നു. ഒന്ന് 6 കിലോമീറ്റർ വടക്കോട്ടും മറ്റൊരു കാർ 8 കിലോമീറ്റർ പടിഞ്ഞാറോട്ടും യാത്ര തിരിച്ചു. കാറുകൾ തമ്മിലുള്ള ഇപ്പോഴത്തെ അകലം എത്ര? അപ്പോൾ രണ്ട് കാറുകളും ഒരേ സമയം ഒരേ ഏരിയയിൽ നിന്നാണ് പുറപ്പെടുന്നത്. അപ്പോൾ ഒരു കാറ് 6 കിലോമീറ്റർ വടക്കിലേക്ക് പോകുന്നു. അപ്പോൾ 6 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നേരെ മുകളിലേക്ക് 6 കിലോമീറ്റർ. മറ്റൊരു കാർ അതേ സ്ഥലത്ത് നിന്നും പടിഞ്ഞാറോട്ടാണ് പോകുന്നത്. അപ്പം പടിഞ്ഞാറോട്ട് എന്ന് പറയുമ്പം ലെഫ്റ്റ് സൈഡിലേക്ക്. അത് എത്ര കിലോമീറ്ററാണ്? 8 കിലോമീറ്റർ. ഇപ്പോൾ 2 കാറുകളും ഇവിടെയാണ് നിൽക്കുന്നത്. ഇത് തമ്മിലുള്ള അകലമാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, പൈതഗോറസ് തിയറാണ്. കർണം സ്ക്വയർ എന്ന് വെച്ചാൽ ഇതാണ്. കർണം സ്ക്വയർ = പാദം സ്ക്വയർ പ്ലസ് ലംബ സ്ക്വയർ. അപ്പോൾ നമുക്കിത് എക്സ് ആക്കി എടുക്കാം. x സ്ക്വയർ = 8 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ. എക്സ് കാണുക. √8 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ 64 പ്ലസ് 36. അപ്പോൾ 100 വരും. √100 എന്ന് പറയുന്നത് 10 ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വീട്ടിൽ നിന്നും നേരെ മുന്നിൽ കൂടി 10 മീറ്റർ നടന്നതിന് ശേഷം വലതുവശം തിരിഞ്ഞ് വീണ്ടും 10 മീറ്റർ നടന്നു. അതിനുശേഷം ഓരോ പ്രാവശ്യവും ഇടത്തോട്ട് തിരിഞ്ഞ് യഥാക്രമം 5 മീറ്റർ, 15 മീറ്റർ, 15 മീറ്റർ എന്ന ക്രമത്തിൽ നടന്നു. പുറപ്പെട്ട സ്ഥലത്തു നിന്നും ഇപ്പോൾ അവൾ എത്ര അകലത്തിലാണ്? അപ്പോൾ ഒന്നും കൂടെ ഡയറക്ഷൻ വരയ്ക്കാം. ഏറ്റവും മുകളിൽ നോർത്ത്, താഴെ സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. അപ്പോൾ നീതു തൻ്റെ വീട്ടിൽ നിന്ന് നേരെ മുന്നിൽ കൂടി 10 മീറ്റർ നടന്നു. നേരെ 10 മീറ്റർ നടന്നു. അതിനുശേഷം വലതുവശം തിരിഞ്ഞ് 10 മീറ്റർ നടന്നു. വലതുവശം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ക്ലോക്ക് വൈസ് ആണ്. വീണ്ടും 10 മീറ്റർ നടന്നു. അതിനുശേഷം ഓരോ പ്രാവശ്യവും ഇടത്തോട്ട് തിരിഞ്ഞ് യഥാക്രമം 5 മീറ്റർ, 15 മീറ്റർ, 15 എന്ന ക്രമത്തിൽ നടന്നു. അപ്പോൾ 5 മീറ്റർ ആദ്യം വീണ്ടും ഇടത്തേക്ക് നടന്നു, അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. വീണ്ടും 15 മീറ്റർ ഇടത്തേക്ക് നടന്നു. അപ്പോൾ എഗെയിൻ ആൻറ്റി ക്ലോക്ക് വൈസ് 15. പിന്നെയും 15 മീറ്റർ ഇടത്തേക്ക് നടന്നു. എഗെയിൻ ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പം ഇവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇത് സ്റ്റാർട്ടിംഗ് പോയിൻ്റ്. ഈ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇവിടം വരെ എന്തായാലും 10 ആയിരിക്കുമല്ലോ. 10. ബാക്കി എത്രയാണ്? 5. കാരണം ടോട്ടൽ 15 ആണല്ലോ. അപ്പോൾ ഇവിടെ 5. ഇവിടെ 5 ആകുമ്പം ഓട്ടോമാറ്റിക്കലി ഇവിടെ എത്രയായിരിക്കും? 5 ആണ്. അപ്പോൾ 5 മീറ്ററാണ് ആൻസർ വരുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. 6 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ച് വലത്തോട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റർ, വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 9 കിലോമീറ്ററും സഞ്ചരിച്ചു. എങ്കിൽ തുടക്കത്തിൽ നിന്നും അനന്തു എത്ര കിലോമീറ്റർ അകലെയാണ്? ഒന്നുകൂടി ഡയറക്ഷൻ വരയ്ക്കാം. നോർത്ത്, ഏറ്റവും മുകളിൽ നോർത്ത്, താഴെ സൗത്ത്, ലെഫ്റ്റിൽ വെസ്റ്റ്, റൈറ്റിൽ ഈസ്റ്റ്. ഇനി ക്വസ്റ്റ്യൻ നോക്കാം. അനന്തു 6 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. കിഴക്കോട്ട് എന്ന് പറയുമ്പം ഈ ഡയറക്ഷനാണ്. 6 കിലോമീറ്റർ സഞ്ചരിച്ചു. അതിനുശേഷം വലത്തോട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റർ. അപ്പം ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. 4 കിലോമീറ്റർ വലത്തേക്ക് നടന്നു. പിന്നെയും വലത്തേക്ക് നടന്നു. അപ്പോൾ എഗെയിൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. എന്നിട്ട് 9 കിലോമീറ്ററാണ് സഞ്ചരിച്ചത്. 9 കിലോമീറ്റർ സഞ്ചരിച്ചു.
എങ്കിൽ തുടക്കത്തിൽ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഇപ്പോൾ എത്ര അകലത്തിലാണ്? ഇതാണ് തുടക്കം, ഇതിപ്പോൾ നിൽക്കുന്ന സ്ഥലം. അപ്പോൾ ഈ ഡയറക്ഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കിതിനെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആക്കാമല്ലോ. അപ്പോൾ ഈ വശം 4ആണ്. ഇത് 4 ഓട്ടോമാറ്റിക്കായി ഇത് എത്രയായിരിക്കും? 4 ഇനി ടോട്ടൽ എത്രയായിരുന്നു? 9 ഇവിടം വരെ 9 ഇത് ഫുൾ, ഇവിടം തൊട്ട് ഇവിടം വരെ 9 മീറ്ററാണ്. ഇവിടം വരെ എത്രയാണ്? 6 കാരണം ഇവിടെ 6 ഇത് 6 ഈ താഴെ 6. അപ്പോൾ ഇത് മുഴുവൻ കൂടി എത്രയാണ്? 9 വരുന്നത്. അപ്പം 6 3 9 വരുന്നത്. അപ്പം ബാക്കി എത്രയായിരിക്കും? 3 ഒന്നുകൂടെ പറയാം. ഈ സൈഡ് 4 ഓട്ടോമാറ്റിക്കാണ് ഈ സൈഡും 4 തന്നെയായിരിക്കും. ഇത് മുഴുവനും കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 9. അപ്പോൾ ഇത്രയും ഭാഗം 6 ഇവിടെ മുകളിൽ 6 അപ്പോൾ 6ൻ്റെ കൂടെ 3 കൂട്ടിയാലാണ് 9 അപ്പം ബാക്കി ഇത്രയും ഭാഗം 3 ഇത് കണ്ടുപിടിക്കാമല്ലോ. ഈ സൈഡ് ഇതിനെ എക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ മറ്റേ പൈതഗോറസ് തിയറം, x² = കർണ്ണ² + പാദം². അപ്പം 4² + 3². ഇത് 4 അല്ലേ? 4 ഇത് 3. അപ്പോൾ 4² + 3². 4² എത്രയാണ്? 16. 16 + 9. അപ്പോൾ എക്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? √16 + 9 എത്രയാണ്? 16 9 25. അപ്പോൾ √25 എത്രയാണ്? 5. അപ്പം 5 ആൻസർ വരുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അബി തൻ്റെ വീട്ടിൽ നിന്നും കിഴക്കോട്ട് 100 മീറ്ററും തുടർന്ന് വടക്കോട്ട് 150 മീറ്ററും തുടർന്ന് പടിഞ്ഞാറോട്ട് 120 മീറ്ററും തുടർന്ന് തെക്കോട്ട് 150 മീറ്ററും സഞ്ചരിച്ചാൽ അബി വീട്ടിൽ നിന്നും എത്ര അകലെയാണ്? ഒന്നും കൂടെ ഡയറക്ഷൻ വരയ്ക്കാം. ഏറ്റവും മുകളിൽ നോർത്ത്, താഴെ സൗത്ത്, ലെഫ്റ്റിൽ വെസ്റ്റ്, റൈറ്റിൽ ഈസ്റ്റ്. ഓക്കെ, അപ്പം കിഴക്കോട്ടാണ് സഞ്ചരിക്കുന്നത് 100 മീറ്റർ. 100 മീറ്റർ കിഴക്കോട്ട് സഞ്ചരിക്കുകയാണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് 100 മീറ്റർ. തുടർന്ന് വടക്കോട്ട് 150 മീറ്ററാണ്. വടക്ക് വശം മുകൾ വശമല്ലേ, അങ്ങോട്ടേക്ക് 150 മീറ്റർ. തുടർന്ന് പടിഞ്ഞാറോട്ട് 120. പടിഞ്ഞാറ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡാണ്, അങ്ങോട്ടേക്ക് 120 മീറ്റർ. 120 മീറ്ററും സഞ്ചരിച്ചാൽ പിന്നെ തെക്കോട്ടേക്ക് 150 എന്നും പറയുന്നുണ്ട്. അപ്പം തെക്കോട്ട് വെച്ചാൽ താഴോട്ടല്ലേ, അങ്ങോട്ടേക്ക് 150 മീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ അബി വീട്ടിൽ നിന്നും എത്ര അകലെയാണ്? അപ്പം നിൽക്കുന്നത് ഇവിടെയാണ്, സ്റ്റാർട്ട് ചെയ്ത് ഇവിടെയാണ്. അപ്പം ഈ അകലെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടം വരെ 100. ഇത് ഫുൾ എത്രയാണ്? 120. അപ്പോൾ ഇത്രയും 100 ബാക്കി എത്രയായിരിക്കും? 100 20 120. 20 മീറ്ററാണ് ആൻസർ. ഒന്നുകൂടെ പറയാം. സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ നിന്നാണ്. 100 മീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു, ഇങ്ങോട്ടേക്ക് സഞ്ചരിച്ചു. ഇവിടുന്ന് നേരെ 150 മീറ്റർ വടക്കോട്ട് സഞ്ചരിച്ചു, ഇങ്ങോട്ടേക്ക് സഞ്ചരിച്ചു. അവിടുന്ന് നേരെ പടിഞ്ഞാറോട്ട് 120 ഇങ്ങോട്ട് സഞ്ചരിച്ചു. തുടർന്ന് തെക്കോട്ട് താഴെ വശത്തേക്ക് 150 മീറ്ററും സഞ്ചരിച്ചു. ഇവിടെ ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെയാണ്, സ്റ്റാർട്ട് ചെയ്തത് ഈ പോയിന്റിലാണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഫുള്ളും എത്രയാണ്? 120 എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടം വരെ 100, ബാക്കി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ 20. ഒരാൾ നേരെ കിഴക്കോട്ട് 6 മീറ്ററും അവിടെ നിന്ന് ഇടത്തോട്ട് 4 മീറ്ററും വീണ്ടും വലത്തോട്ട് 2 മീറ്ററും സഞ്ചരിക്കുന്നു. ഇപ്പോൾ അയാളുടെ ദിശ. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കാം. ഒരാൾ നേരെ കിഴക്കോട്ട് 6 മീറ്റർ, കിഴക്കെന്ന് പറയുമ്പോൾ ഈ ഡയറക്ഷനാണ്, ഇങ്ങോട്ടേക്ക് 6 മീറ്റർ, അവിടെ നിന്നും ഇടത്തോട്ട് 4 മീറ്റർ. ഇടത്തെന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പം ഇങ്ങോട്ടേക്ക് 4 മീറ്റർ, വീണ്ടും വലത്തോട്ട് വെച്ചാൽ എങ്ങനെയാണ്? ക്ലോക്ക് വൈസ് ആണ്. എത്രയാണ്? 2 മീറ്റർ. 2 മീറ്റർ വലത്തോട്ട് സഞ്ചരിക്കുന്നു. ഇപ്പോൾ അയാളുടെ ദിശ. അപ്പോൾ അയാൾ ഏത് ഡയറക്ഷനിലേക്കാണ് പോണേ? ഈ ഡയറക്ഷനിലേക്കല്ലേ പോണേ. അപ്പോൾ അതേതാണ്? കിഴക്കാണ്. കിഴക്ക്. ഒന്നുകൂടെ നോക്കാം. ഒരാൾ നേരെ കിഴക്കോട്ട് 6 മീറ്റർ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 6 മീറ്റർ സഞ്ചരിക്കുന്നു. അവിടെ നിന്നും ഇടത്തോട്ട്, ഇടത്തെന്ന് പറയുമ്പം ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്, അപ്പോൾ ഇങ്ങോട്ടേക്ക് 4 മീറ്റർ, വീണ്ടും വലത്തോട്ട്, വലത്തെന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ക്ലോക്ക് വൈസ് ആണ്, അപ്പോൾ ഇങ്ങോട്ടേക്ക് 2 മീറ്ററും സഞ്ചരിക്കുന്നത്. അപ്പോൾ അയാളുടെ ദിശ അയാൾ കിഴക്ക് സൈഡിലേക്കാണ് പോണത്. ഒരാൾ തെക്കോട്ട് 4 കിലോമീറ്റർ നടക്കുന്നു, തുടർന്ന് വലത്തോട്ട് 6 കിലോമീറ്റർ നടന്നു, തുടർന്ന് ഇടത്തോട്ട് 4 കിലോമീറ്റർ നടന്നു. അദ്ദേഹം പുറപ്പെട്ട സ്ഥലത്തു നിന്നും എത്ര അകലെയാണ് ഇപ്പോൾ? ഒന്നുകൂടെ നോക്കാം. തെക്കോട്ട് 4 കിലോമീറ്റർ, അപ്പം താഴോട്ടാണ്, താഴോട്ട് 4 കിലോമീറ്റർ, തുടർന്ന് വലത്തോട്ട്, അപ്പോൾ എങ്ങനെയാണ്? ക്ലോക്ക് വൈസ് ആണ്, വലത്തോട്ട് എത്രയാണ്? 6 കിലോമീറ്റർ, തുടർന്ന് ഇടത്തോട്ട്, ഇടത്തെന്ന് പറയുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്, 4. അപ്പോൾ ഇപ്പോൾ നിൽക്കുന്ന ഇവിടെയാണ്, സ്റ്റാർട്ട് ചെയ്ത് ഇവിടെയാണ്. അപ്പോൾ ഈ അകലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഫോം ചെയ്യാമല്ലോ. ഇങ്ങോട്ട് ജസ്റ്റ് നീട്ടി വരയ്ക്കുക, ഇങ്ങോട്ട് നീട്ടി വരയ്ക്കുക. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഫോം ചെയ്തില്ലേ? ഇതിൻ്റെ ഈ ഡിസ്റ്റൻസും അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് എക്സ് ആക്കി എടുക്കുക, എക്സ് കണ്ടുപിടിക്കാമല്ലോ പൈതഗോറസ് തിയറം ഉപയോഗിച്ച്. അപ്പം ഇവിടം വരെ 4, ഇത് കണ്ടുപിടിക്കണം.
ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ഇത് എത്രയാണ്? 4 അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് 4 അപ്പോൾ 4 പ്ലസ് ഇവിടം വരെ 4 അപ്പോൾ 4 പ്ലസ് 4 എത്രയാണ്? 8 അപ്പോൾ ഈ സൈഡ് 8 കിട്ടി. ഇനി ഇത് എത്രയാണ്? ഇത് ഇവിടം വരെ 6 ആകുമ്പം ഇത് എത്രയായിരിക്കും? 6 തന്നെയായിരിക്കും. അപ്പം നമുക്ക് എല്ലാം കിട്ടിയല്ലോ. അപ്പോൾ x² = √8² പ്ലസ് 6². 8 8 64, 6 6 36, റൂട്ട് 100 വരും. റൂട്ട് 100 എത്രയാണ്? 10 അപ്പം 10 കിലോമീറ്ററാണ് ആൻസർ വരുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.